ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ ബോംബെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. ഇന്ന് നമ്മൾ നേരെ ഇനി ഗോവയിലോട്ടാണ്. ഗോവ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 12 to 13 hours ആണ് ഇവിടുന്ന് കാണിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയെന്ന് വെച്ചാൽ NH66 ആണ് ഉദ്ദേശിക്കുന്നത്. NH66 പിന്നെ വേറെ 2-3 ഹൈവേ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം കോസ്റ്റൽ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ കൊങ്കൺ വഴി കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും പോകുന്നത്. നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് രത്നഗിരിയാണ്. രത്നഗിരി ഇഫ് പോസിബിൾ നമ്മൾ ഒരുപാട് മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ പറ്റിയാൽ നേരെ ഗോവ പോകും. അതർവൈസ് നമ്മൾ രത്നഗിരിയിൽ സ്റ്റോപ്പ് എടുക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ അവിടുന്ന് ബാലൻസ് ട്രിപ്പ് കവർ ചെയ്യും. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. താങ്ക് യു. ഉറങ്ങണം, പക്ഷെ ഉറങ്ങാൻ പോവാ, സ്ലീപ്പ് ചെയ്യാൻ പോവാ. വെരി ഗുഡ്. ഒരു സൈഡ് ബീച്ചാണ്. നമ്മളിവിടൊക്കെ ഇന്നലെ നമ്മൾ ഇതുവഴിയാണ് പോയത്. എന്താ മോനോ? മോനെ മൊബൈൽ വേണം. കണ്ടോ, ഇത് കണ്ടോ ടീച്ചർ എല്ലാരും ഒന്ന് നോക്കണം കേട്ടോ. ജോഷയുടെ ഈ ബാഡ് ഹാബിറ്റ് കണ്ടില്ലേ, രാവിലെ അവന് മൊബൈൽ വേണം. പാലം എന്ന് പറയുന്നത് ഇതിപ്പം ഹൈവേ അല്ലേ? ഹൈവേ തോന്നുന്നു. NH348 കടലിന്റെ നടുക്കൂടാണ് ഈ ഹൈവേ പണിതേക്കുന്നത്. ഇച്ചിരൂടെ തെളിഞ്ഞതായിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ടണലൊക്കെ ആയാലും മലയുടെ ഇടയ്ക്കൂടൊക്കെ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മള് ഇതേപോലെ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞ ടണല് ഞാൻ ആൾക്കൂടെയുള്ള മറ്റേ നമ്മൾ ഈ കോട്ടയം അങ്ങനെയായിരുന്നു എവിടെയോ നമ്മൾ ഈ കേക്കൊക്കെ പോകുമ്പോ രാജസ്ഥാൻ പോകുന്ന വഴിക്കും കണ്ട അങ്ങനെ ഞാൻ ഡൽഹി പോകുന്ന സമയത്ത് ഇതേപോലൊരു അതേ ഉള്ളായിരുന്നു. അല്ലാതെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ടണലിനകത്തൂടെ പോകുന്നത് ഒരു എക്സ്പീരിയൻസ്. ഞങ്ങൾ ഇതുവരെ തൃശ്ശൂർ നമ്മുടെ നാട്ടിലെ ടണലിൽ പോലും നമ്മൾ പോയിട്ടില്ല. അതന്നെ, ആ ടണൽ ഇതുവരെ പോയത്തോണ്ടായിരിക്കും. എന്തായാലും ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ ടണലിലൊക്കെ യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നത്.
66ലേക്ക് കയറിയിരിക്കുകയാണ്. മഴയാറുവാണ്. ഒരു സൈഡ് റേഞ്ച്, ഒരു സൈഡ് മംഗലാപുരം E22, കന്യാകുമാരി 1592. അരുവി, ചെറിയ ചെറിയ അരുവികളുണ്ട് കേട്ടോ. അരുവി എന്നാണോ പറയുന്നതിന്? ഇത് കണ്ടോ, ഇത് വണ്ടിയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നവർക്ക്, ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഫ്രണ്ടിൽ വണ്ടി ഓടിക്കുന്നതിന് നനയത്തില്ല. നല്ലൊരു ഇതാണ്. വെള്ളം അടിക്കത്തില്ല, മുഖത്തോട്ട് വെള്ളം അടിക്കത്തില്ല, നനയത്തില്ല. അധികം ഇങ്ങനെ കുട ചൂടുന്ന പോലെ തന്നെ. ഞാൻ ആദ്യമായിട്ട് കാണും. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ? ഞാനിത് ടിവിയിലോ യൂട്യൂബിലൊക്കെ നല്ല കണ്ടിട്ടുണ്ടോ ആൾക്കാരൊക്കെ. ഇത് കണ്ടോ, ഇവിടെ ഇത് ഇപ്പൊ കൊറേ കോമൺ ആണെന്ന് തോന്നുന്നു കേട്ടോ, ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത്. ഒത്തിരി വണ്ടി ഇവിടെ. ഹിമാലയത്തിലൊക്കെ പോയ പോലത്തെ ഒരു ഈ പച്ചക്കകത്ത് ആ റെഡ് ബസ് പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പച്ച കളറ് ഫുള്ള് പച്ചപ്പ് ഗ്രീനറി, അതിൻ്റെ അകത്ത് ആ റെഡ് ബസ്സൂടെ പോകുമ്പോൾ എന്നെ ഭംഗിയാണ്. ക്രാഷ് അല്ല മോനെ, അവര് ഈ ഗ്രാസ് എല്ലാം സൈഡിലത്തെ പ്ലാന്റ്സ് എല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യും. അല്ലല്ല, കാർ അവര് ക്ലീൻ ചെയ്യുന്ന പണിക്കാരെ സ്റ്റാഫ്സ് ആണ്. ആ വണ്ടിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ റായ്ഗഡ് ഫോർട്ട് എന്തോ ഒരു കാണാനുള്ള സ്ഥലമാണ്. റായ്ഗഡില്ല റായ്ഗഡ് ഫോർട്ട് കാർ കൂളിംഗ് AC വർക്ക്. പൊതുവെ ആൾക്കാർക്ക് ശല്യമുണ്ട് AC-യുടെ പറയാം. ഹലോ, ചെറുകുട്ടനാണെങ്കിൽ സ്നാക്സ് കഴിക്കുക. ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, തീർന്നു സ്റ്റോക്ക് എല്ലാം തീർന്നു സ്നാക്സിന്റെ. ജോഷിക്ക് ചെക്കൗട്ട് വേണം ഇപ്പൊ. ജാക്ക് ഫ്രൂട്ട് ചിപ്സ് വേണം തോന്നുന്നു. ജാക്ക് ഫ്രൂട്ടൊക്കെ തീർന്നു. അരുവി ചെറിയ അരുവികൾ നിർത്താൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിർത്തി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല ഇതായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് കാണും വേണ്ടേ, ടണല് വരുന്നു. ടണൽ വേണ്ട, ഇത് നോക്ക്. ആ ടണലിൽ കയറാൻ പോവാണ്. ചെറുത്
തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതുവരെ ഈ ഇത്രയും പോയത് വെച്ചിട്ട് ആദ്യമായിട്ടാണ്. ഒരു 2-3 ടോൾ ഇപ്പൊ നമ്മൾ കടന്നു, പക്ഷെ അവിടെ ഒന്നും പേയ്മെന്റ് ഇല്ല. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, എല്ലാം ബന്ധാ. ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ. ഇല്ല വാടിയതാ. ഇല്ല. Wow. Okay. Oh, wow. Yo. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു ബ്രേക്ക്, ഒരു ലെമൺസിൻ്റെ ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മളിപ്പോൾ നിർത്തിയത് ചിപ്ലോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ DJ Cafe. നല്ല കഫേയാണ്. അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുന്നു ചിപ്ലോണിൽ വെച്ച്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് DJ Cafe. നമ്മൾ ഓൺ ദ വേ തന്നെയാണ്. ഇവിടെ ഒരു 15 മിനിറ്റ്സ് നമ്മുടെ പോയി കിട്ടി. എനിവേ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും ഗോവ എത്താനായിട്ട്. സോ നമുക്ക് വീണ്ടും നമ്മുടെ യാത്ര തുടരാം. സിറ്റ് ചെയ്തിട്ട് കഴിക്കും. അവിടെ സിറ്റ് ചെയ്ത് കഴിക്കുമോ? കൊല്ലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, then sit, Joshua. അവിടെ ഇരുന്ന ഭയങ്കര മഴയാണ്. നല്ല മഴയാണ്, നല്ല മഴ. ജോഷു ആണെങ്കിൽ സീറ്റിൽ ഇരിക്കുന്നില്ല, കണ്ടോ? എല്ലാം ബാഡ് ബോയ് ആണ്. കോടയാണ്, കോട. വെളിയിൽ തന്നെ ഇതുണ്ട് കച്ചവടം തുണികളുടെ. അങ്ങനെ ഇതാ നമ്മുടെ റൂം. 260x70 അല്ലേ? ഹലോ, വെരി ഗുഡ്. അത് നമ്മൾ ബാത്റൂമിൽ തന്നെ തുടങ്ങാം. കുഴപ്പമില്ല. ജോഷ് അങ്ങ് എൻഗേജ് ആയി വന്നപ്പോഴത്തേന്.
റൂം അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഇതാണ്, നല്ലൊരു വൈബുണ്ട്. ഹോളിഡേ ഇൻ റിസോർട്ട്, ഫൈൻ. ചെറിയൊരു ബാൽക്കണി, ബീച്ച് ഫ്രണ്ടേജ് കേട്ടോ. കണ്ടില്ല. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ ഗോവയിൽ വന്ന് നൈറ്റിൽ ഇറങ്ങി. ഒരു ഉറക്കം കഴിഞ്ഞ് നേരം എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സീൻ. നല്ല മഴയുണ്ട്, രാവിലെ നല്ല മഴ. മിസ്റ്റർ ജോഷുവ രാവിലെ തന്നെ പെയിൻറ്റിങ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓ അടിപൊളി. എനിവേ ടോട്ടലി നല്ലൊരു വൈബാണ്. നല്ല രാവിലെ നല്ലൊരു ക്ലൈമറ്റും, തൊട്ട് ഫ്രണ്ടിൽ കടൽ. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സൂം ചെയ്താൽ കാണാമായിരിക്കും. തൊട്ട് ഫ്രണ്ടിൽ ഈ കാണുന്ന കടലാണ്. കണ്ട കടൽ നല്ല. എനിവേ എന്തായാലും നല്ല സൂപ്പറാണ്. രാവിലെ നല്ല ഫ്രഷ് തണുത്ത കാറ്റ്, അടിപൊളി ഒരു വൈബ്സ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പിക്കോക്ക് അവിടെ കിടന്ന് മയില് കുളിച്ചിരിക്കുന്നു മഴ കാരണം. നല്ലൊരു വൈബാണ്. നമ്മുടെ റൂമിലൊരു ബാൽക്കണി, ആ ബാൽക്കണിയിൽ നല്ലൊരു വ്യൂ ആണ്.